അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി ചോരനീരാക്കി പണിയെടുത്തുണ്ടാക്കുന്ന ഒന്നാണ് നമ്മുടെ വീട്. ആ വീടിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി തറയൊരുക്കാൻ മണ്ണ് മാറ്റുമ്പോൾ കൺമുൻപിൽ കണ്ട കാഴ്ചയാണിത്. ഒറ്റനോട്ടത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. എന്താണിത്? ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ മയ്യത്ത് കഫം ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ തോന്നുന്നില്ലേ? വെളുത്ത തുണിയിൽ പൊതിഞ്ഞ് കൃത്യമായി കെട്ടുകളിട്ട് മണ്ണിനടിയിൽ ആരും കാണാതെ കുഴിച്ചുമൂടിയ ഒരു വസ്തു കണ്ടപ്പോൾ ആ സഹോദരൻ്റെ നെഞ്ച് പിടഞ്ഞുപോയിട്ടുണ്ടാകും. ഇത് മയ്യത്തല്ല, അതിനേക്കാൾ ഭീകരമായ ഒന്നാണ്. മനുഷ്യൻ്റെ പകയാണ്. കറപിടിച്ച മനസ്സുള്ള ആരോ ആ കുടുംബത്തെ തകർക്കാൻ വേണ്ടി ചെയ്തു വെച്ച സിഹർ അഥവാ കൂടോത്രമാണിത്. 3 കെട്ടുകൾ, ഓരോ കെട്ടും ഓരോ ശാപങ്ങളായി ആ കുടുംബത്തിനു മേൽ പതിക്കാൻ വേണ്ടി ചെയ്ത ക്രൂരത. സുബ്ഹാനല്ലാഹ്! എത്ര ക്രൂരമാണ് മനുഷ്യർ! ചിരിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവർ തന്നെയാണോ ഇത് ചെയ്തത്? അതോ അസൂയ കൊണ്ട് കണ്ണു മഞ്ഞളിച്ച അയൽക്കാരോ? അറിയില്ല. പക്ഷേ ഒന്ന് സത്യമാണ്, മണ്ണിനടിയിൽ എത്ര ആഴത്തിൽ കുഴിച്ചിട്ടാലും അള്ളാഹു അത് പുറത്തു കൊണ്ടുവരും. സത്യം വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, ഒരാൾക്ക് വീടുപണി തുടങ്ങിയാൽ അല്ലെങ്കിൽ മക്കൾക്കൊരു കല്യാണം ഉറപ്പിച്ചാൽ പിന്നെ അസൂയക്കാർക്ക് ഉറക്കമില്ല എന്ന്. ഇത് അക്ഷരാർത്ഥത്തിൽ സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഈയൊരു സംഭവം. ഈ സഹോദരൻ ഒരു വീട് പണിയാൻ ആഗ്രഹിച്ചു, അതിനുവേണ്ടി അധ്വാനിച്ചു. ആ വീടുപണി ഉയരുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയാത്ത ആരോ ഒരാൾ അല്ലെങ്കിൽ കുറച്ചുപേർ, അവർക്ക് വേണ്ടത് ഈ വീട് തകരുക എന്നുള്ളതാണ്, അവിടെ താമസിക്കുന്നവർക്ക് സമാധാനം കിട്ടരുത് എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത വഴിയോ പൈശാചികമായ വഴി. ഒരുപക്ഷെ രാത്രിയുടെ മറവിലായിരിക്കാം അവരിത് ആ മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടത്. വിചാരിച്ചത് ആരും കാണില്ല എന്നായിരിക്കും. ആ വീടിൻ്റെ തറക്കല്ല് വെക്കുമ്പോൾ തന്നെ നാശത്തിൻ്റെ വിത്തുകളും അവർ പാകി. എന്തിനാണ് ഈ അസൂയ? അള്ളാഹു ഒരാൾക്ക് നൽകിയ അനുഗ്രഹത്തിൽ നമ്മൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അസൂയക്കാരനേക്കാൾ നീതിമാനായ ഒരു അക്രമിയെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അസൂയപ്പെടുന്നവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് തന്നെ സ്വന്തം മനസ്സിനെ തീയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഈ കൂടോത്രം ചെയ്തവർ അത് കുഴിച്ചിട്ടത് ആ കുടുംബത്തിൻ്റെ സമാധാനമല്ല, മറിച്ച് സ്വന്തം പരലോകമാണ്, സ്വന്തം സ്വർഗമാണ് അവൻ മണ്ണിട്ട് മൂടിയത്. ഇനി നമുക്ക് ഇതിൻ്റെ ഗൗരവത്തിലേക്ക് വരാം. എന്താണ് സിഹർ? എന്താണ് ഇസ്ലാം അതിനെക്കുറിച്ച് പറയുന്നത്? നിസാരമായ ഒന്നല്ല ഇത്. വൻ പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപമാണ് സിഹർ. അള്ളാഹുവിൻ്റെ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിൽ സിഹറിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പിശാചുക്കളെ സേവിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്ത ശക്തികളിൽ അഭയം തേടിക്കൊണ്ട് മാരണക്കാർ ഇത് ചെയ്യുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, 7 നാശകരമായ പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. അതിൽ ഷിർക്കിനെ അഥവാ ബഹുദൈവ ആരാധനയ്ക്ക് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തു പറഞ്ഞത് സിഹറിനെയാണ്. ആലോചിച്ചു നോക്കൂ, ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി മാരണക്കാരൻ്റെ അടുത്തേക്ക് പോകുന്നവർ അല്ലെങ്കിൽ അത് ചെയ്യാൻ കൂട്ടുനിൽക്കുന്നവർ, അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു ജോൾസിനെയോ മാരണക്കാരനെയോ സമീപിച്ച് അവൻ പറയുന്നത് വിശ്വസിച്ചാൽ മുഹമ്മദ് നബിക്ക് അവതരിച്ച ഖുർആനിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര ഗൗരവമുള്ള കാര്യമാണിത്! ഒരു വീടുപണി മുടങ്ങാനോ ഒരാളുടെ കച്ചവടം തകരാനോ വേണ്ടി നിങ്ങൾ ഈ പാപം ചെയ്യുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ഈ കിട്ടിയ വസ്തുവിൽ കണ്ടില്ലേ, കഫൻ തുണി പോലെ പൊതിഞ്ഞു കെട്ടിയിട്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫലക്കിൽ അള്ളാഹു പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, വമിൻ ഷർരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതി മാരണം ചെയ്യുന്ന സ്ത്രീകളുടെ അല്ലെങ്കിൽ ആളുകളുടെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ആ ആയത്തിൽ പറയുന്ന അതേ കെട്ടുകളാണ് നാം ഇവിടെ കാണുന്നത്. ഇത് ചെയ്തവർക്കൊരു പക്ഷേ ഇഹലോകത്ത് കുറച്ചുകാലം സന്തോഷിക്കാം. അവൻ്റെ വീട് മുടങ്ങിയല്ലോ, അവൻ കഷ്ടപ്പെടുന്നത് കാണാമല്ലോ എന്ന് കരുതി ചിരിക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇതിനൊരു വിചാരണയുണ്ട്. അവിടെ സാക്ഷികളില്ലാതെ വിധി നടപ്പാക്കപ്പെടും. നിരപരാധിയായ ഒരു മനുഷ്യനെ സിഹറിലൂടെ രോഗിയാക്കുമ്പോൾ, അവൻ്റെ കുടുംബത്തെ തമ്മിലടിപ്പിക്കുമ്പോൾ ഓർക്കുക, ആ കണ്ണുനീരിന് അള്ളാഹു മറുപടി നൽകും. മർദ്ദിതൻ്റെ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിനും ഇടയിൽ മറകളില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ആ പാവ മനുഷ്യൻ വീട് വയ്ക്കാൻ തറകോരിയപ്പോൾ ഇത് കണ്ടെത്തിയത് തന്നെ അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ആ വീടുപണി കഴിഞ്ഞ് അവിടെ താമസിക്കുമ്പോൾ തീരാത്ത ദുരിതങ്ങൾ ആ കുടുംബത്തെ വേട്ടയാടിയേനെ. അള്ളാഹു ആ കുടുംബത്തെ രക്ഷിക്കാൻ ഉദ്ദേശിച്ചു. അതുകൊണ്ട് മണ്ണും ചെളിയും നീക്കിയപ്പോൾ ആ പൈശാചികമായ വസ്തു തെളിഞ്ഞു വന്നത്. പ്രിയപ്പെട്ടവരെ, സിഹറിനും കണ്ണേറിനും ഫലമുണ്ട് എന്നത് സത്യമാണ്.
പക്ഷേ അതിനേക്കാൾ വലിയ സത്യം മറ്റൊന്നാണ്. എല്ലാ മാരണക്കാർക്കും മുകളിലാണ് അള്ളാഹുവിൻ്റെ ശക്തി. ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് മാരണക്കാർ തങ്ങളുടെ വിദ്യകൾ പുറത്തെടുത്തപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ വടി താഴെയിട്ടു. ആ സിഹിറിനെയെല്ലാം വിഴുങ്ങിക്കളയാൻ അള്ളാഹുവിൻ്റെ അത്ഭുതത്തിന് സാധിച്ചു. അതേ റബ്ബാണ് ഇന്നും നമ്മോടൊപ്പമുള്ളത്. അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ഒരാൾക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഖുർആൻ ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് ഇത്തരം വസ്തുക്കൾ കണ്ടാൽ ഭയപ്പെടുകയല്ല വേണ്ടത്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. സൂറത്തുൽ ബഖറ, ആയത്തുൽ കുർസി, ഫലക്ക്, നാസ് എന്നിവ ജീവിതത്തിൽ പതിവാക്കുക. നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം മുഴങ്ങട്ടെ. പിശാചുകൾക്ക് അവിടെ സ്ഥാനമുണ്ടാകില്ല. ഇത് ചെയ്തവരോട് ഒന്നേ പറയാനുള്ളൂ, മടങ്ങിപ്പോകാൻ സമയമായിട്ടില്ല. തൗബ ചെയ്ത് മടങ്ങുക. നിങ്ങൾ ചെയ്തത് പൊറുക്കപ്പെടാത്ത പാപമാണ്. അള്ളാഹുവിനോട് മാപ്പിരക്കുക. അള്ളാഹു നമ്മുടെ വീടുകളെയും മക്കളെയും അസൂയക്കാരുടെ കണ്ണുകളിൽ നിന്നും സിഹിറിൻ്റെ ഷെറിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആർക്കും അഴിക്കാൻ കഴിയാത്ത വിധം അള്ളാഹുവിൻ്റെ കാവൽ നമ്മുടെ വീടുകൾക്ക് എന്നും ഉണ്ടാകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.